ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഓൺലൈനിൽ എങ്ങനെ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ക്യൂസ് ടെസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെ നടത്താമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതിനായി ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫോംസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ വെബ് ബ്രൗസർ എടുത്തതിന് ശേഷം ഗൂഗിൾ ഫോംസും സെർച്ച് ചെയ്യുക. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഗൂഗിൾ ഫോംസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കൂടിയാണ്. ആദ്യം തന്നെ വന്ന് കിടക്കും ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട്: പേഴ്സണൽ, ബിസിനസ് വരുന്നത് ജി സ്യൂട്ട്, ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മീറ്റ് അതൊക്കെയാണ്. അപ്പം നമുക്ക് വേണ്ടിയത് പേഴ്സണലാണ്, അതിലാണ് ഗൂഗിൾ ഫോം. നിങ്ങൾക്ക് കണ്ട് ഗൂഗിൾ ഫോംസിൻ്റെ ഐക്കൺ കാണാൻ കഴിയുന്നതാണ്. ഗോ ടു ഗൂഗിൾ ഫോംസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാൻ സൈൻ ഇൻ ചെയ്യുന്ന പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ സൈൻ ഇൻ ചെയ്തേക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങളുടെ ജിമെയിൽ ഐക്കൺ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ലോഗോ കാണാൻ കഴിയും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട സെറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, സെറ്റിങ്സിൽ പോവുക. ജനറലി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും: പ്രസൻറ്റേഷൻ, ക്യൂസസ്. അത് ഈ ക്വിസസ് സെലക്ട് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോയിൻറ്റും ഓട്ടോമാറ്റിക് ഇവാലുവേഷന് ആക്ടിവേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം മേക്ക് ദിസ് ക്വിസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനുശേഷം നിങ്ങൾക്ക് രണ്ട് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ, അതായത് ഇത് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്ക് സബ്മിറ്റ് ചെയ്ത് ഉടൻ തന്നെ ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ മാനുവൽ റിവ്യൂവിന് ശേഷം മാർക്ക് നൽകുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം മാനുവൽ റിവ്യൂവിന് ശേഷം മാർക്ക് നൽകണമെങ്കിൽ ഇമെയിൽ കളക്ഷൻ ഓപ്പൺ ആക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനറലി പോവുക. ഇവിടെ കളക്ട് ഇമെയിൽ അഡ്രസ്സസ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോഴത്തേക്കും ഈ റെസ്പോണ്ടൻസിന് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാതെ കയറാൻ കഴിയില്ല. അത് പിന്നീട് നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എക്സാംസിൽ ഓൺലൈൻ എക്സാംസ് 2-3 തവണ തന്നെ ഒരു ആൾ കയറി ചെയ്തു. അപ്പോൾ അത് അതിനായി ലിമിറ്റ് 1 റെസ്പോൺസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം സേവ് നൽകുക. അതിനുശേഷം ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നൽകുന്നത് എന്നതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബാർ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ ഗൂഗിളിന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് കണ്ട് ഇവിടെ ഒരു കറക്റ്റ് ആൻസർ സജസ്റ്റ് ചെയ്ത് വരും. അത് ഒട്ടുമിക്ക സമയവും കറക്റ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ പിന്നീട് ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിന് തന്നെ നിങ്ങൾക്ക് 2 തരം ഉണ്ട്. അതായത് ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകി, അല്ലെങ്കിൽ പാരഗ്രാഫ് ഷോർട്ട് ആൻസർ. നിങ്ങൾ പാരഗ്രാഫൊക്കെ നൽകുകയാണെങ്കിൽ മാനുവൽ റിവ്യൂ മോഡ് ഇടുന്നതാണ് നല്ലത്. കാരണം ഒരു വേർഡ് മാറിയാൽ പോലും ആ ഉത്തരം തെറ്റായി കണക്കാക്കപ്പെടുന്നതാണ്. പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ 1-ൽ എന്താണ് ആഡ് ചെയ്യേണ്ടത് ആ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ 3 ഓപ്ഷൻ നൽകിയിരിക്കുകയാണ്. അപ്പം ഇനി ഇതിന് കറക്റ്റ് ആൻസർ നമ്മൾ ഗൂഗിളിന് പറഞ്ഞു കൊടുക്കണം. അതിന് താഴെ നിങ്ങൾക്ക് ആൻസർ കീ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. പിന്നീട് മുകളിൽ നിങ്ങൾക്ക് പോയിൻ്റ് സെറ്റ് ചെയ്യാൻ കഴിയും. എത്ര പോയിൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ഉത്തരം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നിൽ കൂടുതൽ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് നൽകാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് നൽകണമെങ്കിൽ ഫീഡ്ബാക്ക് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൺ നൽകുക. പിന്നീട് ഇതിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജസ് ഇൻസെർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എന്തെങ്കിലും വീഡിയോ ഇൻസെർട്ട് ചെയ്ത് ആ വീഡിയോയിൽ നിന്ന് ചോദിക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അത് പിന്നീടൊരു കാര്യം, നിങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു URL ഉള്ള വീഡിയോ ആയിരിക്കണം, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസെർട്ട് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇൻസെർട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇമേജിൻ്റെ കാര്യം. ഇമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ, ഗൂഗിൾ ഡ്രൈവ് വഴിയൊക്കെ ഇൻസെർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ വീഡിയോയ്ക്ക് ആ ഓപ്ഷൻ നൽകിയിട്ടില്ല, അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഇനി ഈ എക്സാം എങ്ങനെ ഷെയർ ചെയ്യാമെന്നതിനെ പറ്റി നോക്കാം. സെൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരാളിലേക്ക് മാത്രമാണ് ഈ എക്സാം എത്തിക്കേണ്ടതെങ്കിൽ ഒരു ഇമെയിലിലേക്ക് മാത്രം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഈ എക്സാം നൽകേണ്ടതെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് വരും. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. ആ URL ചെറുതാക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്, വലുതാക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.